എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ബേക്കിംഗ് ലൈഫിലെ ഏറ്റവും മെമ്മറബിളായിട്ടുള്ളതും സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതെന്തെന്ന് വെച്ചാൽ കാസർഗോഡ് കേക്ക് മേളയുടെ ജഡ്ജായിട്ട് പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈമിൽ കേക്ക് മേള പലയിടത്തും നടക്കാറുണ്ട്. അപ്പോൾ കാസർഗോഡ് കുടുംബശ്രീൻ്റെ മിഷൻ്റെ ഭാഗമായിട്ട് ഒരു കേക്ക് മേളയുടെ ജഡ്ജായിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. കിട്ടിക്കഴിയുമ്പോൾ അന്ന് 4 മണിക്കായിരുന്നു പ്രോഗ്രാം. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ അവിടെ എത്തി നല്ല സാരിയൊക്കെ എടുത്തിട്ട് പോയി. പിന്നെ ഈ കോമ്പറ്റീഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കേക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് വെന്യൂവിൽ കൊണ്ടുവെക്കുന്നതാണ്. പിന്നെ നമ്മളതിനെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ കേക്ക് അവർ തന്നെ ചെയ്തതാണോ എന്നോ അവരെ ജെന്യൂനിറ്റി കറക്റ്റ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം നമുക്ക് ഇതിനെ നമ്മൾക്ക് ഒരു ഫൈനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ആൾക്കാരെ എങ്ങനെ ഉണ്ടാക്കി, റെസിപ്പി എന്താണ്, അത് എത്ര ഡിഗ്രിയിൽ, അങ്ങനെ 3-4 ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ തന്നെ ചെയ്തതാണോ എന്ന്. അപ്പോൾ ചെയ്തവർ മിക്ക ആൾക്കാരും അവർ തന്നെ ചെയ്തതാണ്. പ്രോപ്പറായിട്ട് ഞാൻ ചോദിച്ചതിനൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദൂരത്തു നിന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പുത്തൂർ, അടൂർ ആ ഒരു ഭാഗത്തുനിന്നും പിന്നെ അതിൻ്റെ ലൊക്കേഷൻ നിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 12ഓളം കേക്ക് ഉണ്ടായിരുന്നു. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. ക്രിസ്മസ് തീമിലായിരുന്നു ആൾക്കാർ കൂടുതലായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നോക്കിയ 12 പേരും എല്ലാവരും ഹോം ബേക്കേഴ്സ് ആയിരുന്നു. അപ്പോൾ ഫോണ്ടൻ ടോപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. കിഫായ, നമ്മളെ രസ്മലായി കേക്ക്, അങ്ങനെ കുറേ ഫ്ലേവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കൊടുത്തത് കിഫായ കേക്കിനായിരുന്നു. ക്രിസ്മസ് തീം തന്നെയായിരുന്നു. സെക്കൻഡ് രസ്മലായി കേക്ക്, അതും ക്രിസ്മസ് തീം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്നോട് ഞാൻ ചെയ്ത ആ ഒരു റിസൾട്ടിനോട് എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അത് തന്നെ നമുക്കൊരു കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും തേർഡും എന്നെക്കൊണ്ട് തന്നെ അവർ പിന്നെ അനൗൺസ് ചെയ്യിക്കാൻ പറഞ്ഞു. അങ്ങനെ MLA ആയിരുന്നു പ്രൈസ് കൊടുത്തത്. അപ്പോൾ അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. ഏകദേശം 10-12 വർഷത്തിന് മുകളിലായി ഞാൻ ഈ ബേക്കിംഗ് ഫീൽഡിൽ. അപ്പോൾ ആദ്യമൊക്കെ നല്ല ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് ടെൻഷനും ആ ഒരു പെർഫെക്ഷനൊക്കെ വരാതുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് പ്രാക്ടീസിലൂടെ നമ്മളത് നേടിയെടുത്തു. പിന്നെ അവിടെ തന്നെ ദുബായിലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കുറേ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു, ലുലു, നെസ്റ്റോണിനൊക്കെ. അപ്പോൾ ലുലുവിലൊക്കെ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും വലിയൊരു ഇവൻറ്റിൽ 100 ബേക്കേഴ്സിൻ്റെ ഇടയിൽ മത്സരിച്ചിട്ട് അതിൽ നിന്ന് സെക്കൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു എനിക്ക് കിട്ടിയ വലിയൊരു ഇതായിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു അച്ചീവ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടന്നു, കുറേ ഞാൻ വർക്കൊക്കെ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ജഡ്ജസ് എന്നുള്ള ഒരു ലെവലിലേക്ക് ഇങ്ങനെ പോയപ്പോൾ ആ ഒരു മൊമെൻറ്റും ആ ഒരു സന്തോഷം നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.